വാർത്തയിലേക്ക് കെ സുധാകരനെ ഒഴിവാക്കാനുള്ള നീക്കത്തെ സുധാകര പക്ഷം ശക്തമായി എതിർക്കുകയാണ്. കെപിസിസിയുടെ ചില പ്രമുഖ നേതാക്കൾ കെ സുധാകരനെ ഒഴിവാക്കിക്കൊണ്ട് സമരങ്ങൾ നടത്തുന്നു. അദ്ദേഹത്തെ പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു സുധാകര പക്ഷത്ത് നിന്ന്. അതിന്റെ ഒരു പ്രതിഫലനമാണ് കണ്ണൂരിൽ ഇന്നലെ കണ്ടത്. കണ്ണൂരിൽ കോൺഗ്രസിന്റെ സമരസംഗമത്തിന്റെ പോസ്റ്ററിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൂടിയായ കെ സുധാകരൻ എംപിയുടെ ചിത്രം ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് സുധാകര പക്ഷം. കെപിസിസി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികളുടെ വാഹനങ്ങൾ തടഞ്ഞു. സുധാകരൻ അനുകൂലികൾ ഇന്നലെ മുദ്രാവാക്യം വിളിച്ചിരുന്നു. സുധാകരൻ അനുകൂലമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് കെപിസിസി പ്രസിഡന്റിനെ വരവേറ്റത് എന്ന കാര്യവും പ്രത്യേകതയായിരുന്നു. പ്രതിഷേധം പരസ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് സംഭവിച്ചത്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തിരുന്നു. ഷാഫി പറമ്പിൽ അവിടെ ഉണ്ടായിരുന്നു. അടൂർ പ്രകാശ് ആയോ ആ സമരസംഗമത്തിൽ പങ്കെടുത്തതാണ്. കെ സുധാകരൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നത് പ്രതിഷേധ സൂചകമായിട്ടെന്നാണ് വിവരം. നേരത്തെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരുന്നു. ആര്യാടൻ ഷൗക്കത്തിന് തിരുവനന്തപുരം DCC നൽകിയ സ്വീകരണത്തിന്റെ പോസ്റ്ററിൽ സുധാകരന്റെ ചിത്രം ഒഴിവാക്കിയിരുന്നു. ഇത് നേരത്തെ വലിയ വിവാദമായതാണ്. അതിന് പിന്നാലെയാണ് കണ്ണൂരിലെയും ഈ പോസ്റ്റർ വിവാദം. സാറേ, ആര്യാടൻ ഷൗക്കത്തിന് നാളെ തിരുവനന്തപുരം മറ്റേ പാളയം ഇതിനകത്തൊരു സ്വീകരണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. കൊടുത്തില്ല, നാളെയാണ്. അത് തന്നെ അതിന്റെ പോസ്റ്ററും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതിനകത്ത് നമ്മളെ പഴയ KPCC പ്രസിഡന്റിന്റെ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ സാർ. അല്ലല്ല, അത് രണ്ടാമത്തെ കണ്ടില്ലേ, അത് കറക്റ്റ് ചെയ്ത്. കാരണം അത് നമ്മുടെ വിനോദ് തന്നെയാണ് ആ ഡിസൈൻ ഉണ്ടാക്കിയത്. അതെ സാറേ, നമുക്കെല്ലാം നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് വേണ്ടി ഇയാളൊന്ന് കേക്ക്. അത് ഡിസൈൻ ഉണ്ടാക്കിയത് നമ്മുടെ ആളുകൾ അത് കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച് അപ്പോഴും തന്നെ അത് കറക്റ്റ് ചെയ്തു. രണ്ടാമത്തത് എല്ലാവർക്കും ഇട്ട് കൊടുത്തു, എല്ലാ ന്യൂസിലും ഇട്ട് കൊടുത്തു. സാറേ, കഴിഞ്ഞ ഒരു മണിക്കൂറിന് മുമ്പ് ഫേസ്ബുക്കിൽ സാറിന്റെ ഇത് തന്നെ അയാൾ കട്ട് ചെയ്തിട്ട് പോയടേ. ഇത് കെ സുധാകരന്റെ ഒരു അനുകൂലി പാലോട് രവിയോട് ഫോണിൽ സംസാരിച്ചതാണ്. ഇത് ആര്യാടൻ ഷൗക്കത്തിന്റെ സ്വീകരണ ചടങ്ങ്. അതിനായി തയ്യാറാക്കിയ പോസ്റ്ററിൽ നിന്ന് കെ സുധാകരന്റെ ചിത്രം ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരെ പാലോട് രവിയോട് പരാതി പറയുന്നതിന് വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ പാലോട് രവി സംസാരിച്ച രീതിയാണ് ഇപ്പോൾ കണ്ടത്. അത് പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിച്ചയാൾ വരുത്തിയ ഒരു വീഴ്ച എന്ന രീതിയിലാണ് പാലോട് രവി സംസാരിച്ചത്. ഇതൊരു തുടക്കം മാത്രമായിരുന്നു. അതിന് പിന്നാലെയാണ് മറ്റു കാര്യങ്ങൾ സംഭവിച്ചത്. ഇപ്പോൾ കാണുന്നത് കണ്ണൂരിലെ ദൃശ്യങ്ങൾ. ഇന്നലത്തെ കണ്ണൂരിൽ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ UDF കൺവീനറും ഒക്കെ വന്ന സമര സംഗമത്തിൽ ഷാഫി പറമ്പിലും ഒക്കെ ഉണ്ടായിരുന്നു, പ്രധാന നേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് സുധാകരൻ അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സുധാകര പക്ഷം രംഗത്തെത്തിയത്. കെ സുധാകരൻ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ അവിടുത്തെ മുദ്രാവാക്യം വിളി സുധാകരൻ അനുകൂലമായിട്ടുള്ളതായിരുന്നു. ഇത് KPCC പ്രസിഡന്റിനെയും കുറച്ചു നേരം അദ്ദേഹം അവിടെ നിൽക്കേണ്ടി വന്നു. അതിനുശേഷം സംസാരിച്ചപ്പോൾ കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് നിലമ്പൂർ വിജയത്തിൽ കെ സുധാകരന്റെ റോൾ ഗംഭീരമായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവിടെ പറയേണ്ടി വന്നു KPCC പ്രസിഡന്റിനും അതുപോലെ തന്നെ അടൂർ പ്രകാശിനും ഒക്കെ. ഈ ഒരു പോസ്റ്റർ അവിടെ കെ സുധാകരൻ തുടരും, സുധാകരൻ അഭിവാദ്യങ്ങൾ എന്ന ഒരു ഫ്ലെക്സ് ബോർഡ് അവിടെ ഉയർത്തുകയും ചെയ്തു സുധാകര പക്ഷം. അങ്ങനെ കോൺഗ്രസിൽ കെ സുധാകരനെ ഒഴിവാക്കി നിർത്തുന്നതിനെതിരെയുള്ള പ്രതിഷേധം സുധാകര പക്ഷം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡാൻ കുര്യൻ ചേരുകയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി. ഡാൻ, ഇതൊരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു എതിർപ്പിലേക്ക്, പരസ്യമായ ഒരു പോർവിളിയിലേക്ക് വരികയാണല്ലോ. പക്ഷേ ഔദ്യോഗിക പക്ഷം ഇതിന് മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനവും നൽകുന്നില്ല, ഒരു എതിർപ്പും വരുന്നില്ല. പക്ഷേ സുധാകര പക്ഷം കൃത്യമായിട്ട് എതിർപ്പുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയല്ലേ തിരുവനന്തപുരത്ത് കണ്ടത്? അതുപോലെ തന്നെ ഇന്നലെ കണ്ണൂരിലെ സമര സംഗമത്തിലും സുധാകരൻ പങ്കെടുക്കാത്തതിന് എന്തെങ്കിലും കാരണമുണ്ടോ? അദ്ദേഹം ചികിത്സയിലായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പിന്നീട് ഡൽഹിയിലേക്കും പോയിട്ടുണ്ട്. ഇപ്പോൾ ഡൽഹിയിലാണ് അല്ലേ? അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം UDFന്റെ ഉജ്ജ്വല വിജയത്തിന് ശേഷം ആര്യാടൻ ഷൗക്കത്തിന് നേതൃത്വത്തിൽ കഴിഞ്ഞ ജൂൺ 27-ാം തീയതി വൈകുന്നേരം തലസ്ഥാനത്ത് വെച്ച് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ DCC അധ്യക്ഷൻ പാലോട് രവി ഉൾപ്പെടെ പങ്കുവച്ച ആ പോസ്റ്ററുകളിൽ മുൻ KPCC അധ്യക്ഷനും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗവുമായ കെ സുധാകരന്റെ ചിത്രം ഒഴിവാക്കിയതിനെതിരെയായിരുന്നു ആദ്യം ഈ പ്രതിഷേധം ഉയർന്നത്. അന്ന് ഈ ചിത്രം ഡിസൈൻ ചെയ്തവർക്ക് ഒരു പിഴവ് സംഭവിച്ചതാണ്, അബദ്ധം പറ്റിയതാണ്, അത് മാറ്റിയിട്ടുണ്ട്
ചെയ്തിട്ടുണ്ട് എന്ന വിശദീകരണമായി പാലോട് രവി തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോൾ തന്നെ സുധാകരൻ അനുകൂലികൾ അതിലുള്ള അമർഷം പരസ്യമാക്കിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചാരണം തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കെ സുധാകരന്റെ സ്വന്തം തട്ടകമായ കണ്ണൂരിൽ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ബോധപൂർവമായ ഒരു നീക്കം നടന്നത് എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പരസ്യ പ്രതികരണവുമായി സുധാകരൻ അനുഭാവികൾ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. അതായത് ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പോസ്റ്ററിൽ നിന്ന് ബോധപൂർവം സുധാകരന്റെ ചിത്രം പറയുന്ന ആക്ഷേപം അതിന് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കെ സുധാകരൻ ഡാന, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. മൈക്കിൽ ചില പ്രശ്നമുണ്ട്, അതൊന്ന് ശരിയാക്കുക. ഇപ്പോൾ ഇതൊരു വലിയ വിഷയമായിട്ട് കോൺഗ്രസിൽ വന്നിരിക്കുകയാണ്. KPCCയിൽ കെ സുധാകരനെ മുൻ പ്രസിഡന്റിനെ KPCCയുടെ മുൻ പ്രസിഡന്റ് കെ സുധാകരനെ ഒഴിവാക്കുന്നു എന്ന രീതിയിലുള്ള കാര്യമാണ് വന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് സുധാകര പക്ഷം തുടർച്ചയായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ ഇന്നലെ സമരസംഗമത്തിൽ കണ്ടത് അതേ കാര്യം തന്നെയാണ്. പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് സുധാകര പക്ഷ നേതാക്കളിൽ നിന്നുണ്ടായത്. സണ്ണി ജോസഫും മറ്റ് നേതാക്കളും വന്ന സമയത്തും മുദ്രാവാക്യം വിളിച്ചത് സുധാകരന് അനുകൂലമായിട്ടായിരുന്നു. സുധാകരനെ എതിരേൽക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യമാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തെ ഇപ്പോൾ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. ഇതിനെതിരെയുള്ള ഒരു പ്രതികരണവും വന്നിട്ടില്ല. ഇത് മറ്റൊരു സംഭവത്തിലെ തുടർച്ച കൂടിയാണ്. തിരുവനന്തപുരത്ത് ആര്യാടൻ ഷൗക്കത്തിന് സ്വീകരണം നൽകുന്ന ചടങ്ങിലും ഇതേ കാര്യം സംഭവിച്ചിരുന്നു. അവിടെയും പോസ്റ്ററിൽ നിന്ന് സുധാകരന്റെ ചിത്രം ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരെയുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഡാൻ, തുടരൂ. മഞ്ജുഷ്, അതായത് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം അദ്ദേഹത്തെ മാറ്റുന്നതിന് തൊട്ടു മുമ്പാണ് പയ്യന്നൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടും മാടായി കോർപ്പറേറ്റീവ് കോളേജുമായി ബന്ധപ്പെട്ടും വലിയ നിയമന വിവാദങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ CPM അനുഭാവികളായ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം DCC നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്ന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് കെ സുധാകരൻ പക്ഷം രംഗത്തെത്തുകയായിരുന്നു. അതിനിടയിലാണ് കെ സുധാകരനോടൊപ്പം നിന്നിരുന്ന കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് അദ്ദേഹം ഗ്രൂപ്പ് മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഇതോടെ അവിടെ തർക്കങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യമുണ്ടായി. അതാണ് ഒടുവിൽ ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്നാണ് സുധാകരൻ പക്ഷം പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഡൽഹിയിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ഒരു നേതാവിന്റെ ബന്ധു കണ്ണൂർ DCCയെ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ് എന്നതാണ് സുധാകരൻ പക്ഷത്തിന്റെ പ്രധാനപ്പെട്ട അവകാശവാദം. അതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഈ നിയമന വിവാദങ്ങളിലടക്കം ഈ നേതാവിന്റെ ബന്ധു ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേതൃത്വത്തിന് കൃത്യമായ പരാതി നൽകുമെന്നും സുധാകരൻ പക്ഷം അറിയിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇന്നലെ ഈ ഉണ്ടായ പ്രതിഷേധങ്ങൾ അതിനപ്പുറത്തേക്ക് സംസ്ഥാന വ്യാപകമായി അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം സുധാകരൻ അനുകൂലികളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്ന് നടക്കാനിരിക്കുന്ന സമരസംഗമങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തലസ്ഥാനത്തടക്കം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് സുധാകരൻ പക്ഷം അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്നലെ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലെ പ്രധാനപ്പെട്ട ഭാരവാഹികളുടെ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് സുധാകരന് അനുകൂലമായി മുദ്രാവാക്യം മുടക്കിയതിൽ KPCC നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. ഇതുമായി എന്താണ് സുധാകരൻ അഭിവാദ്യങ്ങൾ എന്നാണ് മുദ്രാവാക്യം വിളിച്ചത്. അവിടെ കെ സുധാകരൻ ഉണ്ടായിരുന്നില്ല. കണ്ണൂരാണിത്. കണ്ണൂരിന്റെ അഭിവാദ്യങ്ങൾ, കെ സുധാകരൻ അഭിവാദ്യങ്ങൾ എന്ന കാര്യമായിരുന്നു അവിടെ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വന്നിറങ്ങിയപ്പോഴും AP അനിൽകുമാർ വന്നിറങ്ങിയപ്പോഴും ഷാഫി പറമ്പിൽ വന്നപ്പോഴുമൊക്കെ അവരുടെ വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഇതൊരു പ്രതിഷേധത്തിന്റെ രീതിയിൽ തന്നെയാണ്. അതല്ലാതെ സ്വീകരണമല്ല അവിടെ നടന്നത് എന്ന കാര്യം നിസ്സംശയം പറയാമല്ലോ. ഡാൻ, അവിടെ സുധാകരന്റെ പേര് മാത്രമായിരുന്നു ഉയർന്നു കേട്ടത്. അത് സണ്ണി ജോസഫ് വന്നപ്പോഴും ഷാഫി വന്നപ്പോഴും
KP അനിൽകുമാർ വന്നപ്പോഴും ഒക്കെ അത് തന്നെയാണല്ലോ കണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ പരസ്യമായ പോരിന് സുധാകര പക്ഷം ഇറങ്ങിയിരിക്കുകയല്ലേ? സുധാകരൻ വിട്ടുനിന്നത് മനഃപൂർവ്വമാണോ ഇന്നലെ? അദ്ദേഹം വിട്ടുനിന്നത് ഈ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും കെ സുധാകരന്റെ അനുഭാവികൾ ഈ പരിപാടിക്കെത്തിയ പ്രമുഖ നേതാക്കളുടെ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചത് വളരെ അപ്രതീക്ഷിതമായ ഒരു നീക്കമായി പോയി. അക്ഷരാർത്ഥത്തിൽ നേതാക്കളെ മുഴുവൻ ഈ ഒരു കാര്യം ഞെട്ടിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നടന്ന സമരസംഗമത്തിന്റെ നിറം പെടുത്തുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വഴിമാറി എന്നൊരു വിലയിരുത്തലിലേക്ക് നേതൃത്വം എത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇനി അങ്ങ് കടക്കാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം തെരഞ്ഞെടുപ്പിന് അഭിമാന പോരാട്ടത്തിന് നേതൃത്വം തയ്യാറെടുക്കുകയാണ്. ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ CPM-മായി നേർക്കുന്ന ഏറ്റുമുട്ടൽ നടക്കുന്ന കണ്ണൂരിൽ കെ സുധാകരനെ പിണക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് കോൺഗ്രസിന് ഹൈക്കമാൻഡിൽ വലിയ സ്വാധീനമുള്ള ആളുടെ അടുപ്പക്കാരൻ അല്ലേ, അദ്ദേഹമാണ് കണ്ണൂരിൽ ഈ ഇത്തരം നിർദ്ദേശങ്ങൾ സുധാകരനെ മാറ്റി നിർത്തുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് അല്ലേ? ആ രീതിയിലാണോ ഇപ്പോൾ സുധാകര പക്ഷം അതിനെ കാണുന്നത്? അവർ ഔദ്യോഗികമായി തന്നെ ആ കാര്യം ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ നിയമന വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അടക്കം CPM-മായി ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചത് ഈ പ്രമുഖ നേതാവിന്റെ ബന്ധുവാണ് എന്ന ആക്ഷേപമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. അവിടെ കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. പിന്നീട് തുടർന്നിപ്പോൾ കണ്ണൂർ DCC-യുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിലെല്ലാം ഇദ്ദേഹം കൈകടത്തുന്നു എന്നാണ് ഈ സുധാകരൻ അനുകൂലികളുടെ വിമർശനം. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ മുമ്പോട്ട് പോയാൽ കണ്ണൂരിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ മോഹൻ വർഗീസ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, കെ സുധാകരനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം KPCC-യിൽ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആര്യാടൻ ഷൗക്കത്തിന്റെ സ്വീകരണത്തിനായി തയ്യാറാക്കിയ ആ പോസ്റ്ററിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. അതിൽ എല്ലാ നേതാക്കളുടെയും ചിത്രമുണ്ടായിരുന്നു. AK ആന്റണി മുതൽ ഇങ്ങോട്ട് വന്ന് പാലോട് രവിയുടെ വരെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. VM സുധീറിന്റെ ചിത്രം, അങ്ങനെ എല്ലാവരുടെയും പ്രമുഖരായ നേതാക്കളുടെ ഒക്കെ ചിത്രമുണ്ടായിരുന്നു. പക്ഷേ തൊട്ട് മുൻപുള്ള കെ മുരളീധരന്റെ ചിത്രം, പക്ഷേ അവിടെ തൊട്ട് മുൻപ് KPCC പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരന്റെ ചിത്രം ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രതിഷേധം വരും. അത് പാലോട് രവിയെ അറിയിക്കുകയും ചെയ്തതാണ് സുധാകര പക്ഷം. മറ്റൊരു കാര്യം, കണ്ണൂരിൽ ഇന്നലെ നടന്നത് അസാധാരണമായ ഒരു കാര്യം തന്നെയാണല്ലോ. കോൺഗ്രസിൽ പറയുമ്പോൾ അത് അസാധാരണമല്ല. നേതാക്കൾ വന്നിറങ്ങുമ്പോൾ, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ വന്നിറങ്ങുമ്പോൾ സുധാകരൻ അനുകൂലമായ മുദ്രാവാക്യമാണ് അവിടെ അണികൾ വിളിക്കുന്നത്. കോൺഗ്രസിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കല്ലേ ഈ കാര്യങ്ങൾ പോകുന്നത്? താങ്കൾ എങ്ങനെ കാണുന്നു ഇതിനെ? ശ്രീ കെ സുധാകരൻ എന്ന മുൻ KPCC പ്രസിഡന്റ് കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇന്നും ജനഹൃദയങ്ങളിൽ, പ്രത്യേകിച്ച് കോൺഗ്രസുകാരുടെ ഹൃദയങ്ങളിൽ വളരെ മുന്തിയ സ്ഥാനം അർഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഈ മുൻ KPCC പ്രസിഡന്റുമാരെ വളരെ അൺസെറിമോണിയസ് ആയിട്ടാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഇപ്രാവശ്യം എന്തായാലും കെ സുധാകരന്റെ വിടവാങ്ങൽ കുറച്ചുകൂടി മാന്യമായ രീതിയിലാണ് എന്നൊരു പ്രതീതിയാണ് ഉണ്ടായതെങ്കിലും അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്വാധീനം പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട്, കെ സുധാകരനെ പോസ്റ്ററുകളിൽ നിന്ന് പോലും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ലെഗസി പൂർണ്ണമായി തമസ്കരിക്കാനുള്ള ഒരു ശ്രമം KPCC ഉന്നത നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിലുള്ള അടികളുടെ പ്രതിഷേധം അത് അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അങ്ങനെയാണ് പുതിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കടന്നു വരുന്ന വേളയിൽ പോലും കെ സുധാകരൻ സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് അണികൾ ആവേശോജ്വലമായ രീതിയിലുള്ള പ്രകടനം നടത്തുന്നത്. അതുകൊണ്ടാണ് ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ അസംതൃപ്തി, പ്രത്യേകിച്ച് കണ്ണൂർ രാഷ്ട്രീയത്തിൽ കൊണ്ടും കൊടുത്തും തന്നെയാണ് കെ സുധാകരൻ കോൺഗ്രസ് പാർട്ടിയെ നയിച്ചത്. CPM-ന്റെ വളരെ വലിയ ശക്തി ദുർഗങ്ങളിൽ കടന്നു കയറാനും CPM ഉപയോഗിക്കുന്ന അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനും കോൺഗ്രസുകാരെ സജ്ജമാക്കിയത് കെ സുധാകരൻ എന്ന ഒറ്റയാണ്. അത് മറ്റ് ഒരു കോൺഗ്രസ് നേതാക്കൾക്കും ഒരിക്കൽ പോലും സമാനതകളില്ലാത്ത. ശരി, ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ DCC പ്രസിഡന്റ്, കണ്ണൂർ DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ മാർട്ടിൻ ജോർജ്, ഈ സുധാകരന്റെ ചിത്രം ഒഴിവാക്കി എന്നുള്ള ആ ഒരു വിമർശനം ഉയരാൻ കാരണം എന്താണ് കണ്ണൂരിൽ? എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു രാഷ്ട്രീയം കണ്ണൂരിലെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വിളിക്കാൻ കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ശ്രീ മാർട്ടിൻ ജോർജ്. ശ്രീ മോഹൻ വർഗീസ്, ഇത് ഇപ്പോൾ ഒരു പോസ്റ്ററിൽ
മുഖമില്ല എന്നത് മാത്രമല്ല, ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത് സുധാകരനെ ഒഴിവാക്കി നിർത്തുകയാണ്. അതിന് മറ്റു ചില രാഷ്ട്രീയ കാരണങ്ങളും പാർട്ടിയിൽ ഉണ്ടാകുമല്ലോ. കാരണം ഇപ്പോൾ തന്നെ നേതാക്കളുടെ ഒരു പട തന്നെയുണ്ട് 2026 ലക്ഷ്യമിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്ലെയിം സുധാകരൻ നിന്ന് ഉണ്ടാകരുത്. അതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാകുമല്ലോ. ഒഴിവാക്കി നിർത്തിയാൽ ഏത് രീതിയിലുള്ള പ്രതികരണമാണ് വരുന്നത് എന്ന് മുൻകൂട്ടി അറിയുന്നതിന് വേണ്ടി കൂടിയാകുമല്ലോ. പക്ഷേ സുധാകരൻ പക്ഷം വിട്ടുകൊടുക്കുന്നില്ല. ആ ക്ലെയിം അവിടെ വെക്കുകയാണ് സുധാകരൻ. ഏതായാലും കെ സുധാകരനെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലവിൽ ആരും പ്രൊജക്ട് ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ഏതായാലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, കോൺഗ്രസിന്റെ മുൻ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല, അല്ല എങ്കിൽ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ KC വേണുഗോപാൽ എന്നിങ്ങനെയുള്ള പേരുകളിലേക്കാണ് നീങ്ങുന്നത്. ശശി തരൂരിന്റെ പേര് ആദ്യം തന്നെ 2 വർഷം മുൻപ് തന്നെ വീട്ടിൽ നിർത്തപ്പെട്ട ഒരു പേരാണ്. അങ്ങനെയെങ്കിലും ഒരു പുതിയ ക്ലെയിമന്റായി കെ സുധാകരൻ കടന്നു വരാനുള്ള സാധ്യതയൊന്നും ഈ തരുണത്തിൽ കാണാനാവില്ല. പക്ഷെ ഒരു ലെഗസി അവസാനിപ്പിക്കുക, കണ്ണൂർ രാഷ്ട്രീയത്തിൽ പോലും കെ സുധാകരന് തുടർന്ന് നിലനിൽക്കാനാവാത്ത രീതിയിൽ കൊണ്ടെത്തിക്കുക എന്ന എവിടെയോ നിന്നുകൊണ്ടുള്ള മറഞ്ഞിരിക്കുന്ന ശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഒരു ഫൈറ്റർ ഇമേജ് ആണ് കെ സുധാകരനുള്ളത്. മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് പലപ്പോഴും ഒത്തുതീർപ്പിന്റെ ഒരു മുഖമാണെങ്കിൽ കെ സുധാകരനുള്ളത് നേരിട്ട് മുഖാമുഖം നോക്കി വെല്ലുവിളിക്കുന്ന ആ ഒരു ബ്രാൻഡ്, ആ ബ്രാൻഡ് കണ്ണൂരിന്റെ ഒരു ബ്രാൻഡാണ്. അത് പാർട്ടി ഭേദമന്യേ കണ്ണൂരെ BJP ആണെങ്കിലും കണ്ണൂരെ CPM ആണെങ്കിലും കണ്ണൂരെ കോൺഗ്രസ് ആണെങ്കിലും ഏതാണ്ട് അതേ ബ്രാൻഡാണ്. അതൊരു മനോഭാവമാണ്. അവിടെ കോൺഗ്രസിനെ വലിയ ഒരു ഫോഴ്സായി നിലനിർത്തിയത് കെ സുധാകരൻ. അത് മാത്രമല്ല, കെ സുധാകരന്റെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് വളരെ ഇംപെക്കബിൾ ആണ്. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടത്തിയ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, ചേലക്കര ഒഴികെയുള്ള മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും വിജയം കോൺഗ്രസ്, ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം കോൺഗ്രസിനായിരുന്നു. അതുകൊണ്ട് കെ സുധാകരൻ വി.ഡി. സതീശൻ ടീമിന് ട്രാക്ക് റെക്കോർഡ് വളരെ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ കെ സുധാകരനെ ഒരുപക്ഷെ വി.ഡി. സതീശന്റെ ഒപ്പം തന്നെ പരിഗണിക്കേണ്ടി വരും, ഹൈക്കമാൻഡ് ഉൾപ്പെടെ പരിഗണിക്കും എന്ന ഒരു ഭീതി ചിലർക്കെങ്കിലും ഉണ്ടാകാം. അതിൽ ഒരു അടിസ്ഥാനവും ഞാൻ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കെ സുധാകരന്റെ പ്രായാധിക്യം, അദ്ദേഹത്തിന് ചില ദൗർബല്യങ്ങൾ, ചില ബലഹീനതകൾ, ചില ശാരീരിക അസ്വസ്ഥതകൾ, മറവി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് കെ സുധാകരനെ ഒരിക്കൽ പോലും ഇനിയൊരു അംഗത്തിനൊരു ബാല്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഇനിയൊരു അംഗത്തിനുള്ള ബാല്യം കെ സുധാകരൻ ഒരുപക്ഷെ ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഓണറബിളായ ഒരു അന്ത്യകാലം, രാഷ്ട്രീയത്തിലെ അവസാന കാലം കൊടുക്കാൻ കോൺഗ്രസുകാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. മോഹൻ വർഗീസ്, ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, എന്തായാലും സുധാകരനെ ഒഴിവാക്കും എന്നുള്ള കാര്യം ഉറപ്പായ സ്ഥിതിക്കാണല്ലോ ഇങ്ങനെ ഒരു പ്രതിഷേധം വരുന്നത്. പക്ഷേ അത് വിജയം കാണുവാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? എങ്ങനെയാണ് സുധാകര പക്ഷം ഇതിനെ കാണുന്നത്? മറുപക്ഷം ഏത് രീതിയിൽ ഇതിനോട് പ്രതികരിക്കുന്നു? പരസ്യമായ പ്രതികരണം ഉണ്ടാവുകയില്ല എങ്കിൽ പോലും. അതായത് ഇങ്ങനെ പോസ്റ്ററുകളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഒഴിവാക്കിയാൽ ഏത് തരത്തിലായിരിക്കും അതിന്റെ പ്രതികരണങ്ങൾ ഉണ്ടാകുക, അനുരണനങ്ങൾ ഉണ്ടാകുക എന്നറിയാനുള്ള ഒരു ബോധപൂർവമായ നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ അനുഭാവികൾ പറയുന്നത്. പക്ഷേ ഇന്നലെ ഈ പ്രതിഷേധം ഇങ്ങനെ പരസ്യമായി അത് KPCC നേതൃത്വത്തിന്റെ നേർക്ക് കടുപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതോടെ കാര്യങ്ങൾ കൈവിട്ട ഒരു സ്ഥിതിയിലേക്ക് എത്തുന്ന പശ്ചാത്തലമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നപരിഹാരത്തിന് വേണ്ടി നേതൃത്വം അടിയന്തരമായി ഇടപെടൽ നടത്തുമെന്ന് കരുതപ്പെടുന്നത്. എന്തായാലും കണ്ണൂർ DCCയോട് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിനപ്പുറത്തേക്കൊരു നടപടികളിലേക്കോ മറ്റെന്തെങ്കിലും തുടർ നീക്കങ്ങളിലേക്കോ കടന്നാൽ തർക്കം കൂടുതൽ രൂക്ഷമാകും. അത് കണ്ണൂരിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ പടലപ്പിണക്കങ്ങൾക്കും ഒരു വിശദീകരണം നൽകിയപ്പോൾ പോലും അത് വിശ്വസിക്കാൻ പറ്റാത്ത വിശദീകരണമാണല്ലോ. ഇപ്പോൾ പാലോട് രവി അതേക്കുറിച്ച് പറഞ്ഞത് ഈ ഡിസൈൻ ചെയ്യാൻ ഏൽപ്പിച്ച ആള് അദ്ദേഹത്തിന് പറ്റിയ ഒരു മറവിയാണെന്നാണ്. സണ്ണി ജോസഫും അത് തന്നെയല്ലേ പറയുന്നത്? അതായത് ഇത് ഫ്ലെക്സ് കമ്പനിക്ക് പറ്റിയ തെറ്റാണെന്ന്. അതൊക്കെ പക്ഷേ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ. അതായത് തലസ്ഥാനത്തും കണ്ണൂരിലുമെല്ലാം ഡിസൈൻ ചെയ്യുന്ന സ്ഥാപനം ഒരു വ്യക്തിയുടെ പേര് മാത്രം ബോധപൂർവം മറക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡിസൈൻ ചെയ്യുന്നത് ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്നായിരിക്കണം. അതല്ല എങ്കിൽ കൃത്യമായ ഇടപെടൽ അതിലുണ്ടായിരിക്കണം. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും വസ്തുതാപരമായി സംഭവിച്ചിരിക്കുന്നത്. അതെന്തായാലും പാർട്ടി വൃത്തങ്ങളിൽ വിശദമായ ചർച്ചകൾക്ക് വഴിവെക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും രാഷ്ട്രീയകാര്യ സമിതി അടക്കം ഇനി KPCCയുടെ പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഈ വിഷയം ചർച്ചയായി മാറുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ നേതൃത്വം ഒരു അനുനയ നീക്കത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് എല്ലാവരെയും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിന് വേണ്ടി സജ്ജമാക്കാനുള്ള ഒരു നീക്കമായിരിക്കും ഇനി നടത്തുക. ഇത്തരം പിഴവുകൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ബോധപൂർവമായ ഇടപെടൽ KPCC നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ശരി, ഡാനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. സുധാകരനെ ഒഴിവാക്കി KPCCയുടെ സമരസംഗമത്തിൽ നിന്ന് ഇതിനെതിരെ സുധാകര പക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധമാണ് കണ്ണൂരിൽ കണ്ടത്.